എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഈ ആഴ്ചത്തെ വിശേഷം നമ്മൾ കണ്ടു. മഹേഷിന്റെ ഉള്ളിൽ ആ അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിപ്പിമോൾ തന്റെ അല്ലാന്നുള്ള ഒരു അഗ്നി അതറിഞ്ഞു കഴിഞ്ഞപ്പോ മുതല് മഹേഷ് ആണെങ്കിൽ വല്ലാത്ത ദേഷ്യത്തിലും സങ്കടത്തിലായിരുന്നു. പിന്നീട് മദ്യപിച്ചൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അത് ഇഷിതയെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അത് മാത്രല്ല, മഹേഷിന്റെ പെരുമാറ്റം, രചന കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഷിതേനെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തേ. കാരണം ഇപ്പോഴും മഹേഷിന് തന്നോട് പ്രണയമാണ്. അതുകൊണ്ടാണ് മഹേഷ് തന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് വന്നേ. ഇനി നീ അത് പറഞ്ഞ് നേരെ ആക്കണമെന്നൊക്കെ. ഒരു ഭാര്യനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും കൂടുതൽ വിഷമകരമായ കാര്യമാണ്, ഭർത്താവ് മറ്റൊരാളോടൊപ്പം പോകാന്ന് പറഞ്ഞ. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പത്തേന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഇഷിതയ്ക്ക്. പിന്നീട് ഇഷിത വീട്ടിലേക്ക് വന്നിട്ട് മഹേഷിന്റെ അടുത്തേക്ക് അവരുടെ കല്യാണാൽബം ഒക്കെ എടുത്തിടുന്നുണ്ട്. രചനയുടെ മഹേഷിനെ കൂടെ ഇതെന്തിനാ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കെന്നും പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കിടന്ന് ചൂടാവാണ്. മഹേഷിന് എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. മഹേഷിനോട് പറഞ്ഞു, ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവളുണ്ട്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ആ രചന നിങ്ങളുടെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കല്യാണ ആൽബം കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ മഹേഷിന് ദേഷ്യമാ. കാരണം മഹേഷിന്റെ മനസ്സിന്റെ കോണി പോലും അവളില്ല. മഹേഷിന്റെ ഇപ്പോഴത്തെ ആ പ്രശ്നത്തിന് കാരണം ചിപ്പിമോളാണ്. ചിപ്പിമോളെ ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ചിപ്പിയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ആകാശം രചനയും വന്നുകൊണ്ടാണ് മഹേഷിന്റെ പ്രശ്നം. പക്ഷെ അത് ഇഷിതയ്ക്ക് അറിയില്ലല്ലോ എന്താ സംഭവം എന്നുള്ളത്. പിന്നീട് മഹേഷ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അല്ലേലും എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന്. മദ്യലഹരിയിലല്ലേ, നാളെ രാവിലെ നിങ്ങളോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷിത മുറിയിലേക്ക് പോവാണ്. ഈ സമയം മഹേഷ് കുറെ സമയം ആലോചിച്ചിട്ടിരുന്ന് അവിടെ കിടന്ന് ഉറങ്ങുവാണ്. പിറ്റേ ദിവസം രാവിലെ ഏറ്റു മഹേഷ് നോക്കിയപ്പോ കട്ടില് കല്യാണാൽബം കിടക്കുന്നുണ്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനുമാണ് മഹേഷിന് പെട്ടെന്ന് ആ ഒരു ഓർമ്മ വന്നേ. ഇന്നലെ രാത്രി ഇഷിത പറഞ്ഞ കാര്യമൊക്കെ പെട്ടെന്ന് മഹേഷിന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. മഹേഷ് ആൽബം ഒക്കെ എടുത്ത് അലമാ അലമാരിക്കകത്തേക്ക് വെക്കുന്നതിന് പകരം അതെടുത്തോണ്ട് കളയാനായിട്ട് നോക്കുകയാണ്. കാരണം ഇനിയിപ്പോ അത് വിടുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഇഷിത പറഞ്ഞത് ശരിയാണ്, അവള് പോയതാ. ഇനിയിപ്പോ അവളുടെ കല്യാണാൽബം CD ഒന്നും ഇവിടെ സൂക്ഷിക്കേണ്ട കാര്യമില്ല. മഹേഷ് എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ ആ വേസ്റ്റ് ബാസ്ക്കറ്റിനകത്ത് കൊണ്ടിടാനായിട്ട് തുടങ്ങുവാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നിട്ട് സ്വപ്നോലിച്ച്, ഇതെന്താണ് മോനെ, നീ ഇതെല്ലാം കൂടെ എടുത്തോണ്ട് എങ്ങോട്ടാന്ന് ചോദിക്കാം. ഇതിന്റെ ആവശ്യമില്ലമ്മേ, ഇത് കളയാനാന്ന് പറയണം, ഇങ്ങ് തന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറയണം. അപ്പോഴാണ് കല്യാണ ആൽബം. ഇത് കണ്ടത് സ്വപ്നോലി പറഞ്ഞു, ഓ ഇതായിരുന്നോ, ഇത് കുറച്ച് മുന്നേ തന്നെ കളയേണ്ടതായിരുന്നു പറയാണ്. പിന്നീട് മഹേഷിന് ഭ്രാന്ത് പിടിച്ചിട്ട് മഹേഷ് അതെല്ലാം പിച്ചിക്കീറി കളയുവാണ്. ഈ സമയമാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത്. ഇഷിത കണ്ടത് ഇഷിതയ്ക്ക് മനസ്സിലായി. കാരണം മഹേഷിന്റെ ഉള്ളിലെ പ്രശ്നം രചനയല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ മഹേഷ് ഒരിക്കലും അത് കളയില്ലായിരുന്നു. അപ്പൊ അതൊന്നുമല്ല, വേറെന്തോ പ്രശ്നം അലട്ടുന്നുണ്ട്. പിന്നീട് രാവിലെ ഇഷിത ചായ കൊണ്ട് വന്നപ്പോ മഹേഷിനോട് ചോദിച്ചു, സത്യം പറ, മഹേഷിന്റെ ഉള്ളിലെ പ്രശ്നം എന്താ, മഹേഷിനെ അലട്ടുന്ന കാര്യം എന്താന്ന് ചോദിക്കാം. പക്ഷെ മഹേഷ് അത് പറയാനായിട്ട് കൂട്ടാക്കില്ല. മഹേഷോട് എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മഹേഷ് ഒഴിഞ്ഞു മാറിപ്പോയതേ. പക്ഷെ ഇഷിത വീട്ടാൻ കൂട്ടാക്കിയില്ല. എന്താണെങ്കിലും അത് കണ്ടുപിടിക്കണം. കാരണം അത് ഓരോ ദിവസം ചെല്ലുന്നവരും ഇരിക്കുകയാണ്. അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന ചിപ്പിമോളുമാണ്. കാരണം ചിപ്പിമോളോട് ദേഷ്യം, എന്ത് കാണിച്ചാലും ചിപ്പിമോളെ കുറ്റം പറയണം. അതൊരു കാരണവശാലും നല്ല സ്വഭാവമല്ലല്ലോ. അതുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ തന്നെ ഇഷിത തീരുമാനിക്കുകയാണ്. പിന്നീട് ഇഷിത വീട്ടിലേക്ക് പോവാണ്, മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഇപ്പം ഇഷിത എന്നപ്പോ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. സുചിത്ര ഓടി വന്നിട്ട് ചേച്ചിന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. മാഷ് വെച്ച്, എങ്ങനെയുണ്ട് മോളെ മഹേഷിനിപ്പം ഓക്കെ ആയെന്ന് ചോദിക്കാം, പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയെന്ന് ചോദിക്കാം. ഇത് കേട്ടതും ഇഷ്ടത്തൊന്നും മിണ്ടിയില്ല. എന്താ മോളെ ഒന്നും പറയാത്ത എന്താന്ന് ചോദിക്കാം. എനിക്കറിയില്ല എന്ന് പറയാം. എന്താ മോളെ അങ്ങനെ പറഞ്ഞേ, അല്ല എന്റെ കാര്യം എന്നോട് ചോദിക്കുക, ചിപ്പിമോളുടെ കാര്യം എന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓക്കെയാ, പക്ഷെ മഹേഷിന്റെ കാര്യം എനിക്കറിയില്ല എന്ന് പറയണം. അത് കേട്ടും പ്രിയാമണി വന്നിട്ട് പറഞ്ഞു, എന്താ മോളെ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഹേഷിനോട് തുറന്ന് സംസാരിക്കുക. അങ്ങനെ തുറന്ന് സംസാരിച്ച് തീരാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇത് കേട്ടതും ഇഷ്ടത പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം രാമനാഥൻ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയണം, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്ന കാര്യമൊക്കെ. ഇതെല്ലാം കേട്ടപ്പോൾ ഇഷ്ടത പറഞ്ഞു, ഇനിയിപ്പൊ ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും മഹേഷ് പോവാനൊന്നും കൂട്ടാക്കില്ല സൈക്കാട്രിസ്റ്റിനെ കാണാനായിട്ട്. അതുകൊണ്ട് എനിക്കിത് പറയാൻ പറ്റില്ല അച്ഛാന്ന് പറയണം. മാഷ് പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ വേണമെന്ന് സംസാരിച്ചു നോക്കാന്ന് പറയാം. തൽക്കാലത്തേക്ക് വേണ്ട, ഞാൻ നോക്കട്ടെ, എന്തെങ്കിലും പോംവഴി ഉണ്ടോ നോക്കട്ടെ. മാഷ് പറഞ്ഞ് ശരി, ചിലപ്പം ഒരു ചെറിയ കാര്യമായിരിക്കും, നിസ്സാര കാര്യമായിരിക്കും, പക്ഷെ അതിങ്ങനെ മനസ്സിലിട്ട് ഊതി പെരുപ്പിച്ച് അത് വലുതാക്കിക്കൊണ്ട് പോവാ, അതിന്റെ കാര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോള് അവന്റെ മനസ്സിലുള്ള എന്താന്ന് കണ്ടുപിടിക്കണം. പിന്നീട് അതിനൊരു പരിഹാരം തേടാനായിട്ട് നോക്കണം. മോൾക്കറിയാലോ, മോള് നോക്കിയാൽ കാണാത്ത പരിഹാരങ്ങളൊക്കെ കുറവാണ്. എല്ലാവരുടെയും മനസ്സറിയാൻ പറ്റുന്ന ഒരുമാതിരിപ്പെട്ട കുഞ്ഞുങ്ങളുടെ വരെ മനസ്സറിയാൻ പറ്റുന്നതല്ലേ മോള്. അപ്പൊ മോളൊന്ന് ശ്രമിച്ചു നോക്ക്, മോൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് മാഷ് അങ്ങനെ പ്രചോദനം നൽകുവാണ്. മാഷ് നിരുത്സാഹപ്പെടുത്തിയില്ല. അല്ലെങ്കിൽ ഇഷിതയുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ മാഷാണ്, അവളുടെ അച്ഛൻ തന്നെയാണ്.
പിന്നീട് ഇഷിത പതിവ് പോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് ഇറങ്ങണം. ഈ സമയത്ത് മഹേഷും കൂടെ അങ്ങോട്ട് വന്നു. മഹേഷ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോണേ, വേണേ ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് പോകാന്ന് പറയാം. ഇത് കേട്ടത് മഹേഷ് പറഞ്ഞു, ഓ വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് പറയണേ. അത് കേട്ട് ഇഷിത പറഞ്ഞു, ഓ അങ്ങനെയാണ് വേണ്ട, ഞാൻ തന്നെ പോയിക്കൊള്ളാന്ന് പറയാം. അല്ല ഇന്നലെ രാത്രിത്തെ പെർഫോമൻസ് എന്തായിരുന്നു ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് നോക്കി ഇഷിതേനെ. പിന്നീട് ഒന്നും മിണ്ടാതെ മഹേഷ് കാലക്കിടയും കൂടെ പോവാണ്. ഇഷിത നേരെ ഹോസ്പിറ്റലിലേക്കും ചെല്ലുവാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് വരികയാണ്. പിന്നീട് ആതിരയുടെ കണ്ടീഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇപ്പം നല്ല ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്, അവൾ സംസാരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം എന്തെന്നില്ല സന്തോഷം തോന്നി. പിന്നീട് ഇഷ്ട ചോദിച്ചു, അല്ല ഡോക്ടറെ ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടെ, ഒരു ഇൻഫർമേഷൻ തന്ന ആ ഒരു അൺനോൺ നമ്പർ ഉണ്ടല്ലോ, അത് ആരാ എന്താണെന്ന് അറിയാവോ? ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം. അങ്ങനെ ഡോക്ടർ ആ നമ്പറിലേക്ക് വിളിക്കുവാണ്. വിളിച്ച് സംസാരിക്കുന്നുണ്ട്. സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട ചോദിച്ചു, അല്ല ആരാ ഡോക്ടറെ, ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് ആരാ എന്താന്ന് പറഞ്ഞെന്ന് ചോദിക്കേ. ഇല്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, ആരാന്നോ അവര് പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. ഒരു ഇൻഫോമർ അത്രേ മാത്രം പറഞ്ഞിട്ടുള്ളൂ. ഒരു കാര്യം ചെയ്യോ മാഷ്, എനിക്ക് ആ നമ്പറും തരാമെന്ന് ചോദിക്കണം. ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അതിന് മാഷല്ല, ഇത് കേട്ടതും ഡോക്ടർ പറഞ്ഞു, അതിനിപ്പോ എന്താ, നമ്പർ തരാലോ, അതിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ ഡോക്ടർ ഇഷിതയ്ക്ക് നമ്പർ കൊടുക്കുകയാണ്. പിന്നീട് ഡോക്ടറും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത തന്റെ ഫോണിനകത്ത് ആ നമ്പർ അടിച്ച് ഡയൽ ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ആ പേര് വരുന്നത്, മഹേഷ് എന്നുള്ള പേര്. അപ്പം മഹേഷ് ആയിരുന്നോ ആതിരെ രക്ഷിക്കാൻ വേണ്ടി ഇൻഫോം ചെയ്തത്? ഒരു പക്ഷെ തന്നോട് കഴിഞ്ഞ ദിവസം ലെഡ് പോയ്സനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പം മുതലൊരു സംശയം തന്നെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഇത് മഹേഷ് തന്നെയാണ്. മഹേഷിന് എങ്ങനെയായിരിക്കും വിവരം കിട്ടിയത്? ഒരു പക്ഷെ തന്നെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹേഷ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ കാര്യമില്ല. കഴിഞ്ഞ ദിവസം ആതിര റൂം നമ്പറും കാര്യങ്ങളും എല്ലാം ചോദിച്ചായിരുന്നു മഹേഷ്. അങ്ങനെയാണെങ്കിൽ തന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട്, താൻ പാവം തെറ്റിദ്ധരിച്ചു, ഒരു കാരണവശാലും അത് പാടില്ലായിരുന്നു എന്നൊരു കുറ്റബോധം ഇഷിതയുടെ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ്. പിന്നീട് ഇഷിത വീട്ടിലേക്ക് വന്ന് ഈ മഹേഷിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ആ സമയത്ത് മഹേഷ് ഒരുമാതിരി ഇരിക്കുക. പക്ഷെ ഇഷിതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, മഹേഷിന്റെ ഉള്ളിൽ എന്താന്ന് അറിയാതെ തന്നെ ചെയ്യണം. ഇങ്ങനെ അറിയാതിരുന്നിട്ട് കാര്യമില്ല. പിന്നീടാണ് ഇഷിതയുടെ ഫോണിലേക്ക് ആ കോൾ വരുന്നത്. എഡ്വേർഡ് ഡോക്ടർ ആയിരുന്നു. ഡോക്ടർ എഡ്വേർഡിന്റെ അടുത്ത് മഹേഷ് എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇഷിത ഈ കാര്യങ്ങൾ അറിയണമെന്ന് ഡോക്ടർക്ക് തോന്നി. അങ്ങനെ ഇഷിതനെ വിളിച്ചിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയാണ്. ചിപ്പിമോളെ കുറിച്ചുള്ള ആ കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് ഒരു ഞെട്ടലുണ്ടായത്. അപ്പൊ ഇതായിരുന്നോ കാര്യം, മഹേഷിന്റെ ഉള്ളിലുണ്ടായിരുന്ന ടെൻഷൻ. അപ്പൊ രചന തന്നോട് പറഞ്ഞ എല്ലാം കള്ളത്തരമായിരുന്നു. ഇങ്ങനെയാണെങ്കിൽ മഹേഷിനല്ല തനിക്കാണെങ്കിലും ഭ്രാന്ത് പിടിച്ചു പോകും, സമനിലയേറ്റ് പോകും. മഹേഷ് ആയതുകൊണ്ട് ഇത്രമാത്രം ഇങ്ങനെ നടക്കുന്നു. മഹേഷിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നെങ്കിലും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല എന്നൊക്കെ ഇഷിതയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം ഭയങ്കര സങ്കടപ്പെട്ട് മഹേഷ് മുറിയിലിരിക്കുന്ന സമയത്ത് ഇഷിത അരിയിലേക്ക് എല്ലുവാണ്. ഇഷിതയ്ക്ക് അറിയാം ഇപ്പം മഹേഷിന് വേണ്ട ഒരു സ്വാതന്ത്ര്യ വാക്കാണ്. ഒരു പക്ഷെ ആ വാക്കുകൊണ്ട് ചിലപ്പം മഹേഷിന് ചിലപ്പം കുറച്ച് ആശ്വാസമാവും. പിന്നീട് മഹേഷ് ഇരിക്കുന്ന സമയത്ത് മഹേഷിന്റെ കയ്യിലേക്ക് എന്നിട്ട് ഇഷിത പറഞ്ഞു, അതെ എനിക്കറിയാം മഹേഷിന്റെ ഉള്ളിലെ വിഷമം എന്താന്ന്, മഹേഷ് പേടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല, ചിപ്പിമോളെ നമുക്ക് നഷ്ടപ്പെടില്ല എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്കറിയാം, മഹേഷ് കൂടുതലായിട്ടൊന്നും പറയണ്ട എന്നോട്, എനിക്കറിയാന്ന് പറയാണ്. മഹേഷിനാണ് എന്തെന്നില്ലാത്തൊരു ആശ്വാസമാണ് തോന്നിയത്. തന്നെ അറിയാവുന്ന അല്ലെങ്കിൽ തന്റെ മനസ്സ് മനസ്സിലാക്കുന്ന ഒരാൾ തന്റെ കൂടെ ചേർന്ന് തന്റെ വിഷമങ്ങളും വേദനകളും പറയാന്ന് വെച്ചാൽ പകുതി സമാധാനം കിട്ടും. നമ്മുടെ മനസ്സിലുള്ള വലിയ വിഷമം ഉണ്ടെങ്കിൽ അത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ആഴം അങ്ങോട്ട് കുറയും. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഇഷിതം മഹേഷിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും അങ്ങനെയില്ല, രചന ആകാശം കള്ളം പറഞ്ഞാണ്. അത് രചനയുടെ മഹേഷിന്റെ കുട്ടി തന്നെയാണ് ചിപ്പിമോള്, അല്ലാതെ രചനയുടെ ആകാശിന്റെ കുട്ടിയല്ലെന്ന് പറയണം. മഹേഷ് പേടിക്കണ്ട, കുഞ്ഞിനെ ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടില്ല എന്നൊക്കെ പറയണം. അങ്ങനെ മഹേഷിന് ധൈര്യം കൊടുക്കുന്നുണ്ട്. പക്ഷേങ്കില് ആകാശും രചനയും കൂടെ എന്ത് ചെയ്യണം, കുട്ടീനെ വിട്ടു കെട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും കൂടെ പരാതി കൊടുക്കുകയാണ്. കുട്ടി ഞങ്ങളുടെയാണ്, എന്റെ രചനയും കൂടെ കുട്ടിയാന്നും പറഞ്ഞിട്ട് പരാതി കൊടുക്കുക കുട്ടീനെ വിട്ടു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കില് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന് ആകെപ്പാട് ടെൻഷനായി, മഹേഷിന് വെപ്രാളമായി. ഇനി കുട്ടിയെ നഷ്ടപ്പെടുമെന്നൊരു ചിന്ത വന്നു. അപ്പം എല്ലാ ഇഷിത എന്ത് ചെയ്യണം, മഹേഷിനെ ചേർത്ത് പിടിക്കുകയാണ്. മഹേഷിന്റെ ഉള്ളിലെ ആ ഇഷ്ടം ഇഷിത മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇഷിതയ്ക്ക് തന്നോട് സ്നേഹമാണെന്ന് മഹേഷിന് മനസ്സിലായി. അങ്ങനെ ആ ചിപ്പിമോളുടെ കാര്യത്തിൽ അവർ രണ്ടുപേരും ഒന്നാവുകയാണ്. അവരുടെ മനസ്സിലെ ഇഷ്ടങ്ങൾ അവർ പരസ്പരം മനസ്സിലാക്കണം. ചിപ്പിമോൾക്ക് വേണ്ടി കല്യാണം കഴിച്ചാണെങ്കിലും പക്ഷെ തങ്ങളുടെ രണ്ടുപേരുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പൊ അടുപ്പമുണ്ട്, രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അവർ തിരിച്ചറിയുമായിരുന്നു. അങ്ങനെ അവസാനം വരുമ്പോൾ ചിപ്പിമോൾക്ക് വേണ്ടി പോരാടാനായിട്ട് രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങി തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെ കാണാൻ പോകുന്നത് ഉറപ്പായിട്ടും ചിപ്പിമോള് മഹേഷിന്റെ കുഞ്ഞ് തന്നെയാണ്. രചനയുടെ ആകാശിന്റെ ഒരു കളിയാണ് ചിപ്പിമോളെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹേഷിന്റെ മനസ്സൊന്ന് ഇതാക്കുവാണെങ്കിൽ ചിപ്പിമോളെ വിട്ടുകിട്ടും. അല്ലെങ്കിൽ DNA ടെസ്റ്റ് ഇതൊക്കെ ഉണ്ടെന്ന് പറയുവാണെങ്കിൽ
ചിപ്പിമോളെ വിട്ടുകിട്ടുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു ആകാശിന്റെ മനസ്സിൽ. അപ്പൊ അതുകൊണ്ട് ആകാശ് ചെയ്യുന്ന ഡ്രാമയായിരുന്നത്. പക്ഷെ ആ ഡ്രാമയൊക്കെ ഇഷിത പൊളിച്ചടുക്കുവാണ്. അവസാനം ചിപ്പിമോളും മഹേഷിന്റെ അന്ന് തെളിയിക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാനായിട്ട് പോന്നെ. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.